नमस्ते। इदानीं भूतगणादिसेवितं कवित्थजङ्गोफलसारभक्षितं मासुदं शोकविनाशकारं नमामि विघ्नेश्वरपाठपङ्कजम्। ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। നമസ്തേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. 38ാമത്തെ ശ്ലോകമാണ് അതിൽ ചൊല്ലുന്നത്. നമ്മൾ 38 39 ഒരുമിച്ചെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത് രണ്ടും കൂടെ ഒരു ഒന്നിന്റെ കണ്ടിന്യൂവേഷനാണ് എടുത്തത്. 38 39 ഒരുമിച്ചുള്ളതായിട്ടാണ്. എന്നാലും നമ്മൾ ആദ്യം 38 ചൊല്ലാം. യദ്യപ്യേതേന പശ്യന്തി യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം മിത്രദ്രോഹേ ച പാതകം യദ്യപ്യേതേന പശ്യന്തി യദ്യ അപി ന പശ്യന്തി ഏതേ ന പശ്യന്തി. അത്രയും വാക്കുകൾ ചേർത്താണ് യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. വാക്കുകളുടെ അർത്ഥം കാണാം. യദ്യ അപി ഏതേന പശ്യന്തി. ഏതേ ഇവർ, ഏതേന്ന് പറഞ്ഞാൽ ഇവർ. യദ്യപി യദ്യ അപി അറിയുന്നില്ലെങ്കിൽ ന പശ്യന്തി അറിയുന്നില്ലെങ്കിലും. യദ്യ അപി ന പശ്യന്തി അറിയുന്നില്ലെങ്കിലും. ആരറിയുന്നില്ലെങ്കിലും? ഇവർ. ഇവരാരാണ്? എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. അർജുനൻ പറയുകയാണ് കൃഷ്ണനോട്, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവര് അല്ലെങ്കിൽ എന്റെ ശത്രുക്കള്. ആരാണവര്? കൗരവന്മാര്. അവരറിയുന്നില്ലെങ്കിലും ലോഭോ അപഹത ചേതസഃ ലോഭോ ലോഭോപഹത ചേതസഃ. 3 വാക്കുകളാണ്. ലോഭ അപഹത ചേതസഃ. ലോഭോപഹത ചേതസഃ എന്ന് പറഞ്ഞാൽ ലോഭം കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് വിവേകം നശിച്ച മനസ്സോട്, അപഹത നശിച്ച, അപഹത്യപ്പെട്ടവരായ. എന്താ അപഹതപ്പെട്ടിരിക്കുന്നത് ഇവിടെ? ചേതസഃ. ചേതസ്, ചിത്ത്, മനസ്സ്, വിവേകം നശിച്ച മനസ്സോട് കൂടിയവര്. എന്തുകൊണ്ടാണ്? അത്യാഗ്രഹം കൊണ്ട്, ആർത്തി കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടു. അതെല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. വിവേകം നശിച്ച മനസ്സോട് കൂടിയവര്. കുലക്ഷയകൃതം. കുലക്ഷയകൃതം വംശനാശം കൊണ്ടുണ്ടാകുന്ന, കുലം നശിച്ചത് കൊണ്ടുണ്ടാകുന്ന. ഒരു വംശം മുഴുവൻ നശിക്കുമല്ലേ യുദ്ധം? ഇപ്പോഴത്തെ നമുക്ക് കാണാം യുദ്ധം എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുലക്ഷയകൃതം വംശനാശം കൊണ്ടുണ്ടാകുന്ന ദോഷം, അതുകൊണ്ടുണ്ടാകുന്ന ദോഷത്തെ മിത്രദ്രോഹേ, മിത്രദ്രോഹത്തിലുള്ള അവനവന്റെ മിത്രത്തെ, അവനവന്റെ ബന്ധുക്കളെ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ, മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലുള്ള പാതകം ച, പാതകത്തെയും, അതായത് അങ്ങനെ ഉണ്ടാകുന്ന പാപത്തെയും. അടുത്ത ശ്ലോകം കൂടെ ചൊല്ലാം. അടുത്ത ശ്ലോകം അത്രയുമാണ്. ഒരു പൂർണ്ണതയില്ലാതെ തിരികെ 2 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചെല്ലുമ്പോഴാണ് അതിന് പൂർണ്ണത, അതിന്റെ മുഴുവൻ അർത്ഥം വരുന്നത്. കഥം ന ജ്ഞേയമസ്മാഭിഃ കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാന്നിവർത്തിതും പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന പ്രപശ്യദ്ഭിർജനാർദ്ദന. കഥം ന ജ്ഞേയമസ്മാഭിഃ കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാന്നിവർത്തിതും പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദനഃ പ്രപശ്യദ്ഭിഃ ജനാർദ്ദന പ്രപശ്യദ്ഭിർജനാർദ്ദന. കഥം ന ജ്ഞേയം. എങ്ങനെ? കഥം എങ്ങനെ? കഥം ന ജ്ഞേയം. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക. ന ജ്ഞേയം എങ്ങനെ അറിയപ്പെടാതിരിക്കും? എങ്ങനെയാണ് അറിയപ്പെടാതിരിക്കുന്നത്, അറിയാതിരിക്കുന്നത്? അസ്മാഭിഹി. അസ്മാഭിഹി എന്ന് പറഞ്ഞാൽ ഞാൻ, ഞങ്ങൾ, നാം, ഞങ്ങൾ എന്നാണ് അർത്ഥം. അസ്മാഭിഹി. അസ്മാത് പാപാത്. അസ്മാത് എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള, ഇവിടെ ഇതെന്നുള്ളത് അർത്ഥമുണ്ട്. ഈ പാപത്തിൽ നിന്നും, പാപാത് ഈ പാപത്തിൽ നിന്നും, നിവർത്തിതും പിന്തിരിയുന്നതിനെ, നിവർത്തിക്കുന്നതിന് വേണ്ടി, ഈ പാപത്തിൽ നിന്നും പിന്തിരിയുന്നതിന് വേണ്ടി, ഈ പാപത്തിൽ നിന്നും മാറുന്നതിന് വേണ്ടി. കുലക്ഷയകൃതം ദോഷം. കുലത്തെ നശിപ്പിക്കുന്നത്. എങ്ങനെയുള്ളതാണ് ദോഷം ഇത് വന്നിരിക്കുന്നത്? കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ദോഷമാണ് പ്രഭവിക്കാൻ പോകുന്നത്. പ്രപശ്യദ്ഭിഃ പ്രകർഷേണ പശ്യതി. നന്നായിട്ട് കാണുന്നവർ, മുൻകൂട്ടി കാണാൻ കഴിയുന്നവരായ, ഈ കുലത്തിനൊക്കെ നാശമുണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്നവരായ. ജനാർദ്ദന, ഹേ ജനാർദ്ദന,
കൃഷ്ണനോട് പറയുകയാണ്, ഹേ ജനാർദ്ദന, ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്നവരായ, അതായത് ഒരു യുദ്ധമുണ്ടായാൽ വലിയ ദോഷമുണ്ടാകും, ഒരു കുലം മുഴുവൻ നശിക്കും, ഒരു വംശം മുഴുവൻ നശിക്കും എന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്നവരായ ഞങ്ങൾ അത് കാണാൻ കഴിയാത്തവർ നമ്മളോട് യുദ്ധത്തിന് വന്നാലും നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നതല്ലേ നല്ലത് എന്നാണ് അർജുനന്റെ ചോദ്യം. നമുക്ക് ഒന്നുകൂടെ ആ ശ്ലോകത്തിന്റെ മുഴുവൻ അർത്ഥം ഒന്നുകൂടെ പറയാം. ഹേ ജനാർദ്ദന, ജനങ്ങളെല്ലാം അർത്തിക്കുന്നവനായിട്ടുള്ളവനെ, ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് പാത്രീഭൂതമാകുന്നവനെ, അത്യാഗ്രഹം കൊണ്ട് വിവേകം നശിച്ച മനസ്സോടുകൂടിയ ഇവർ വംശനാശം കൊണ്ടുണ്ടാകുന്ന ദോഷവും മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിനുണ്ടാകുന്ന പാപവും കാണുന്നില്ലെങ്കിലും, ഇവർക്ക് വിവേകമില്ല, അവർക്ക് അറിവില്ല, അവരതൊന്നും കാണുന്നില്ലെങ്കിലും വംശനാശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ മുൻകൂട്ടി കാണുന്നവരായ നാം, അറിവുള്ളവരായ നാം ഈ പാപത്തിൽ നിന്ന് പിന്തിരിയേണ്ടതല്ലേ? ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എന്തുമാത്രം നാശനഷ്ടം ഉണ്ടാകും, ഒരു കുലം മുഴുവൻ നശിക്കും. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതാണല്ലേ, നമ്മളിപ്പോ മുൻപിൽ കാണുകയാണ് ഭഗവത്ഗീത, നമുക്ക് ആ യുദ്ധകളത്തിൽ നിന്ന് കാണാം. അവിടെ ചോദിക്കുകയാണ് അർജുനൻ, ആ യുദ്ധകളത്തിൽ നിന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട്, ഹേ ജനാർദ്ദന, ഒരു യുദ്ധം ഉണ്ടായാൽ മുഴുവൻ മനുഷ്യൻ മുഴുവൻ നശിക്കും. നമുക്കറിയാം, ഒരു ബോംബ് ഇപ്പം അങ്ങോട്ട് ഇടുമ്പോൾ ഒരു ബിൽഡിംഗ് മുഴുവനുള്ള ആൾക്കാരെ കൊണ്ടങ്ങ് പോവുകയാണ്, അവരുടെ മൃതദേഹം പോലും കിട്ടുന്നില്ല, അത്രയ്ക്ക് കരിഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു വംശം മുഴുവൻ നശിക്കും യുദ്ധമുണ്ടായാൽ. അത് ഇന്ന ആളെ നോക്കിയാണ് കൊല്ലുന്നത് അല്ല, ഒരു 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 ഭാഗത്തേക്ക് അങ്ങ് ബോംബിടുമ്പോഴത്തേക്കിനും, ഇല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് അന്നത്തെ കാലത്തെ അനുസരിച്ചാണെങ്കിൽ അസ്ത്രം അയക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഒരു സമൂഹം മുഴുവൻ അങ്ങ് നശിക്കുകയാണ്. എതിർകക്ഷിയെ മുഴുവൻ തോപ്പിച്ചാൽ മാത്രമേ ഒരു യുദ്ധത്തിൽ വിജയമുള്ളൂ. അവസാനം ഒരാളെങ്കിലും ശേഷിച്ചാൽ അവരും പൊരുതി നിൽക്കും അല്ലേ? അങ്ങനെ വലിയ ഒരു നാശത്തെ മുന്നിൽ കാണുകയാണ് അർജുനൻ. അങ്ങനെ വലിയ ഒരു കുലനാശമാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കാൻ പോകുന്ന നാശത്തെ ദുർബുദ്ധികളായ അവര് കാണുന്നില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർ ബുദ്ധി നശിച്ചവരാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? കൗരവന്മാരെ കുറിച്ച്. അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവരതിനെ കാണുന്നില്ലെങ്കിലും നമ്മൾ ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കണ്ടേ എന്ന് അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്. അതുകൊണ്ട് നമുക്ക് അവര് തന്നെ വിചാരിച്ച യുദ്ധം ഉണ്ടാകത്തില്ലല്ലോ, ഒരു കൂട്ടർ തന്നെ വിചാരിച്ച യുദ്ധം ഉണ്ടാകത്തില്ലല്ലോ. നമ്മളങ്ങ് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അങ്ങ് അവോയ്ഡ് ചെയ്യാം. അപ്പൊ യുദ്ധം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വംശനാശമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ അറിവുള്ളവരല്ലേ, നമ്മളല്ലേ അങ്ങ് ഒഴിഞ്ഞു മാറേണ്ട, അറിവില്ലാത്തവർ എന്തെങ്കിലും കാണിച്ചാൽ എന്നൊക്കെയുള്ള വലിയ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിലാണ് അർജുനൻ വരുന്നത് കൃഷ്ണനോട്. കാരണം നമ്മൾ അറിവുള്ളവരാണ്, നമ്മൾ ക്ഷമിക്കണം. പക്ഷെ യുദ്ധത്തിന്റെ നടുവിൽ നിന്നാണ് ഇത് പറയുന്നത്, അതോർക്കണം. അതിവിടെ നമുക്കല്ല ഈ യുദ്ധം കൊണ്ട് പ്രയോജനം. ഈ യുദ്ധത്തിൽ നിന്ന് അർജുനൻ ഒഴിഞ്ഞു മാറിയാലോ? അർജുനൻ പറയുന്ന നല്ല കാര്യമല്ലേ? കൃഷ്ണനോട് പറയാണ് യുദ്ധം അവോയ്ഡ് ചെയ്യാം. നമ്മൾ ചിന്തിക്കും അല്ലേ, അതല്ലേ നല്ലത്. പക്ഷെ യുദ്ധം അവോയ്ഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന യുദ്ധത്തിന്റെ നടുവിൽ വന്നു നിന്നാണോ? അതിന്റെ നടുവിൽ വന്നു നിന്നാണ് ഇപ്പൊ അർജുനൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എന്താണ്, നമ്മളുടെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മളും ഒക്കെ ഒരു യുദ്ധക്കളത്തിലാണ്. നമുക്കറിയാം, പഠിക്കുക, പരീക്ഷ ഇനി വരുന്നു. അപ്പൊ എക്സാം ഒക്കെ നമുക്കറിയാം, എക്സാം എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പഠിച്ചേ പറ്റും. പക്ഷെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്, നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൂടുതലും ഈ ഹയർ സ്റ്റഡീസിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു തോന്നലുണ്ടാകും, എനിക്കെല്ലാം അറിയാം, എനിക്ക് ഇത്രയും നേരം ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട, കുറച്ചൊക്കെ ഉഴപ്പാം, ഇപ്പോഴൊക്കെ അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങി നാളെ പഠിക്കാം, നാളെ വീണ്ടും പോകുന്നുള്ളൂ നമ്മൾ അറിയുന്നില്ലെങ്കിലും വിചാരിക്കും നാളെ മുതൽ തുടങ്ങാം, ഇന്ന് അങ്ങ് ഉറങ്ങി തീർക്കാം, ഇല്ലെങ്കിൽ ഇന്നൊന്ന് ഗെയിം കളിച്ച് തീർക്കാം, നാളെ മുതൽ എന്നിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ 1-ാം തീയതി വരുന്നുണ്ടല്ലോ 1-ാം തീയതി മുതൽ പഠിക്കാൻ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ചോണ്ട് പോകും. അത് മതി, എന്നെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഞാൻ ചില ബുദ്ധിയുള്ള കുട്ടി, എനിക്ക് നല്ലൊരു അറിവുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിയില്ലാത്ത ഒരു കുട്ടി എന്നാ എടുക്കും, വന്നത് പഠിച്ചു തീർത്തില്ലെങ്കിൽ എനിക്കിതൊക്കെ വലിയ പാടാണ്, എനിക്ക് പഠിക്കാൻ ഇച്ചിരി താമസമാണ്, ഞാനിതൊക്കെ അന്നു പഠിച്ചു തീർക്കണം എന്ന് വിചാരിച്ച് മറ്റേ കുട്ടി അത്രയും ഈ അധികം ബുദ്ധിയുള്ള കുട്ടിയുടെ അത്രയും ഇല്ല, അവന് തന്നെ അറിയാം എനിക്ക് അത്രയും ഇതില്ല, അവരൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാതെ അവർക്ക് പിന്നെ പഠിച്ചെടുക്കാൻ പറ്റും, എനിക്ക് അത്രയും പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു കുട്ടി ഇരുന്ന് പഠിക്കും. അവൻ അന്നു പഠിപ്പിക്കുന്ന എല്ലാം പഠിച്ചു തീർക്കും. ഓവർ കോൺഫിഡൻസ് ഉള്ള കുട്ടിയോ, എനിക്കിതെല്ലാം അറിയാം, എനിക്ക് കുറച്ച് സമയം എന്തിനാ ഇവരൊക്കെ എന്തിനാ ജീവിക്കുന്നത്, എപ്പോഴും പഠിത്തം തന്നെ പഠിത്തം എന്നും പറഞ്ഞ് അവരെ കളിയാക്കുകയും കൂടെ വേണം ചെയ്യും. എനിക്കിതൊക്കെ പറ്റും എന്ന് പറഞ്ഞ് എക്സാം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, എക്സാം ഇങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, എക്സാമിന് പരാജയപ്പെടുത്തേ ഉള്ളൂ. അല്ല, എക്സാമിന്റെ ആ ഒരു സമയത്തേക്ക് എല്ലാം നീക്കി വെക്കുന്നു ഓവർ കോൺഫിഡൻസ് കൊണ്ട്, എനിക്ക് ആ ഒരു സമയം മതി പഠിച്ചു തീർക്കാൻ. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, വരാൻ പോകുന്നത് നമുക്കറിയില്ല. നമ്മളെല്ലാം ചെയ്ത് തീർത്ത് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാം അല്ലെ? നമ്മളെ പറഞ്ഞ് ഇവിടെ എക്സ്ക്യൂസസ് കാണുമ്പോൾ എനിക്കെല്ലാം അറിയാം, ആ ഓവർ കോൺഫിഡൻസ് നമ്മൾ മുന്നോട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എക്സാമിന് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും അല്ലേ? ഇവിടെ അർജുനന്റെ ഓവർ കോൺഫിഡൻസ് അല്ല പറയുന്നത്, അർജുനനല്ല അറിഞ്ഞ ആളാണ്, എനിക്കെല്ലാം അറിയാം, അറിവില്ലാത്തവർ കാണിക്കുന്ന പോലെ ഞാൻ ചെയ്യണോ, എനിക്ക് കുറച്ചൊക്കെ അറിവുള്ള ആളല്ലേ ഞങ്ങള് എന്ന് അർജുനൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ പിന്തിരിഞ്ഞാൽ മതിയല്ലോ, ഇതിൽ നിന്നൊക്കെ അവൻ പിന്തിരിയാം എന്ന് വിചാരിക്കുകയാണ്. നമ്മളും അതേപോലെ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞുങ്ങളാണ്, പഠിച്ചു മിടുക്കരായി നിങ്ങൾ ഓരോ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടവരാണ്. ആ ഫേസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ നമ്മളങ്ങ് നിരാശരായിട്ട് വലിയ ഫിലോസഫി ഒക്കെ പറഞ്ഞ് എന്തിനാ ഇതൊക്കെ ഫേസ് ചെയ്യാതെ അങ്ങ് പിന്തിരിഞ്ഞ് പോയാൽ മതി എന്ന് വിചാരിച്ച് അതിനെ നേരിടാൻ തയ്യാറാകാതെ പുറകോട്ട് പിന്തിരിയാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ നമ്മൾ പല ന്യായീകരണങ്ങളും കണ്ടെത്തും. നമ്മൾ അറിവുള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ പിന്മാറുകയാണ്,
പക്ഷെ നമ്മൾ എന്തിനേയും യുദ്ധമാണെങ്കിൽ യുദ്ധം, നമ്മളൊരു സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ, ആരോടെങ്കിലും നേരിടേണ്ടി വരുമ്പോൾ, അയ്യോ ഞാൻ കരുത്തില്ലാത്തവരാണ്, ഇതെനിക്ക് അവരോടൊന്നും നേരിടാൻ പറ്റില്ല, എനിക്ക് അറിവുണ്ട് അവരോട്, ഞാനങ്ങ് മാറിയേക്കാം, അങ്ങനല്ല. നമ്മൾ ഏത് സാഹചര്യത്തെ ധീരമായിട്ട് നേരിടാനുള്ള കരുത്ത് നേടി മുന്നോട്ട് പോകാനാണ് നമ്മളെ ഗീത പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിനുള്ള ധൈര്യവും ഒന്നും നമുക്ക് പിന്തിരിയാനുള്ളതല്ല. ഒന്നിനെ പിന്തിരിഞ്ഞ് അങ്ങനെ ജീവിതത്തിൽ പിന്തിരിഞ്ഞ് ഓടുന്നവരൊക്കെയാണ് ഈ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ ചെല്ലുന്നത്. ജീവിതത്തിൽ എന്ത് വന്നാലും, നമ്മുടെ മുന്നിലേക്ക് എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോകാനുള്ള കരുത്താണ് നമ്മൾ ആർജിക്കേണ്ടത്. ഇങ്ങനൊക്കെ വലിയ വലിയ ഫിലോസഫി പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജീവിതത്തെ എങ്ങനെ ഫേസ് ചെയ്യാം. അർജുനൻ, നീ ഈ സമയത്തല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. നീ അവസാനം അർജുനൻ പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് സന്യാസം സ്വീകരിച്ചാൽ എന്നാണ് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും ആയുധം കയ്യിലേന്തി ധീരനായി നിൽക്കുന്ന അർജുനനാണ്. പഠിച്ചതൊക്കെ എന്തിനാണ്? യുദ്ധം ചെയ്യാനാണ്, അല്ലെ? യുദ്ധം ചെയ്യാനുള്ള പ്രാവീണ്യം നേടാനാണ് അർജുനൻ പഠിച്ചതല്ല. ആ പഠിച്ചതിനെ ഒന്നും പ്രയോഗിക്കാതെ ആലസ്യത ഇല്ലെങ്കിൽ എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞ് പിന്മാറാൻ, അതൊക്കെ നമ്മളും ഒക്കെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. നമ്മൾ പഠിച്ചതും പ്രയോഗിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനായിട്ട് പഠിച്ച പല വിദ്യകളെയും നമ്മുടെ ചെറിയ ന്യായീകരണങ്ങൾ കൊണ്ടോ അലസത കൊണ്ടോ ഒക്കെ നമ്മൾ മറച്ചു പിടിച്ചിട്ട് പിന്തിരിഞ്ഞോടാൻ തയ്യാറാകുന്നു. അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യേണ്ട ആ സമയത്ത് ആ കർമ്മം ചെയ്യാതെ ഓരോ ന്യായീകരണം പറഞ്ഞ് പിന്തിരിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കൊണ്ടോ, ഇല്ലെങ്കിൽ വലിയ അറിവുണ്ടെന്ന് നടിച്ചുകൊണ്ടോ ഒക്കെ പിന്തിരിഞ്ഞു പോകാനുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നാണ് നമ്മളെ ഈ ശ്ലോകം പഠിപ്പിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടെ, ഇതെല്ലാം അർജുനന്റെ ചോദ്യങ്ങളാണ്, അർജുനന്റെ സംശയങ്ങളാണ്. ഇതിനൊക്കെ ഉള്ള മറുപടി വിശദമായിട്ട് കൃഷ്ണൻ അടുക്കും ചിട്ടയുമായി ഗീതയിലൂടെ പറയുന്നുണ്ട്. അതാണ് ഗീതയുടെ മഹത്വം. അപ്പം നമുക്കിപ്പം ചോദ്യങ്ങൾ മാത്രമാണ്. ഈ അധ്യായം, ഈ 1-ാം അധ്യായം മുഴുവൻ അർജുനന്റെ സംശയങ്ങളും അർജുനന്റെ വിഷാദവും ഒക്കെയാണ്. ഇനി അത് കൃഷ്ണൻ ആണ് യോഗമാക്കി മാറ്റുന്നത്. ആ വിഷാദത്തെ ഒരു രോഗമാക്കാതെ യോഗമാക്കി മാറ്റുന്നത് അതിന്റെ പ്രക്രിയയൊക്കെ അടുത്ത അധ്യായം മുതലാണ് നമ്മൾ കാണുന്നത്. ഇവരിപ്പോ നമ്മുടെ ഉള്ളിലും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഇതൊക്കെ, നമ്മളിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ആ സംശയങ്ങളെ മുഴുവനാണ് ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത്. ഓക്കെ. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. എന്നോട് ചൊല്ല. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഓക്കെ, നീ ചൊല്ലിക്കോ, ഓരോരുത്തർ ചൊല്ലിക്കോ. ഇനി ആരാണ് ശരിക്കും? യദ്യേപ്യേതേന പശ്യന്തി യദ്യപ്യേതേന പശ്യന്തി. ഓക്കെ. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കഥം ന ജ്ഞേയം അസ്മാഭിഃ പാപാദാസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഇനി ആരാണ്? ഞാൻ ചൊല്ലിക്കോട്ടെ. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദാസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഇനി ആരാണ്? ഞാൻ ചൊല്ലിക്കോട്ടെ. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഇനി ആരാണ്? യദ്യപ്യേതേ ന പശ്യന്തി ലോഭോ അപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കഥം ന ജ്ഞേയം അസ്മാഭിഃ പാപാദ് അസ്മാന്നി വർത്തിതും
कुलक्षय कृतं दोषं प्रपश्यद्भिर् ജനാർദ്ദന. വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? പറഞ്ഞു തരാമോ? ആ. യദ്യപ്യേതേന പശ്യന്തി യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ കഥം കഥം ന കഥം ന ജ്ഞേയമസ്മാഭിഃ ജ്ഞേയമസ്മാഭിः പാപാദസ്മാന്നിവർത്തിതും പാപാദസ്മാനിവർത്തിതും കുലക്ഷയകൃതം ദോഷം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന 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 പ്രപശ്യദ്ഭിർ പ്രപശ്യദ്ഭിർ പ്രപശ്യദ്ഭിർജനാർദ്ദന. പ്രപശ്യദ്ഭിർജനാർദ്ദന. വെരി ഗുഡ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്